നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 41. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. 3000-ഓളം പേർ അവരോട് ചേർന്നു. പുതിയ നിയമസഭ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. ഒരു ചെറിയ തുടക്കത്തോടുകൂടെ തുടങ്ങിയെങ്കിൽ ഒരു ചെറിയ കടുകുമണി അതൊരു വലിയ വൃക്ഷമായി തീരത്തക്ക രീതിയിൽ അത് വളരുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. വളരെ പെട്ടെന്നാണ് പലയിടങ്ങളിലേക്ക് അത് വ്യാപരിപ്പാൻ കാരണമായി തീർന്നത്. വളരെ പെട്ടെന്നാണ് അത് വളരുവാൻ കാരണമായി തീർന്നത്. ഏത് വളർച്ചയുടെ പിന്നിൽ ഒരു കാര്യം ആവശ്യമാകുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് ദൈവം ആണ് വളർത്തുന്നതെങ്കിലും നമ്മുടേതായിരിക്കുന്ന ഒരു പാർട്ടിസിപ്പേഷൻ അത് വളരെ ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവം നമ്മെ ഫലമേൽപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു വളർച്ച നമുക്ക് പ്രാപിക്കുവാൻ സാധ്യമല്ല. ദൈവം വളർച്ചയെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു ശൗലിനെ ദൈവം രാജാവായിട്ട് തെരഞ്ഞെടുത്തു. ഈ രാജാവായിട്ട് ജീവിക്കുവാൻ തക്കണ ദൈവം ആഗ്രഹിച്ചുവെങ്കിലും ശൗലിന്റെ ജീവിതത്തിൽ അപകടത്തിലേക്ക് കടന്നു പോകാൻ കാരണമായി തീർന്നു. അതിന്റെ കാരണം ശൗല് തന്നെയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് യാതൊരു മാറ്റവും വരുന്നില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നാം ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അതിനെ നമുക്കൊന്ന് കൈക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ, അവിടെയാണോ ദൈവികമായിരിക്കുന്ന കരങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവരാജ്യത്തെ ശിശുവെന്ന പോലെ കൈക്കൊള്ളാത്തവനാരും സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. ഒരു ശിശുവെന്ന പോലെ ഏറ്റെടുക്കുവാൻ കഴിവുള്ളവർ മാത്രമേ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഏതെങ്കിലും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം പലവിധമായിരിക്കുന്ന സംശയങ്ങളോടും പലവിധമായ ചിന്തകളോടും കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശിശുവിനെ പോലെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിപ്പാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും ദൈവം തന്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇന്നലെ ദൈവം അത് ചെയ്തുവെങ്കിൽ ഇന്നും അവൻ പ്രവർത്തിപ്പാൻ ശക്തൻ തന്നെയാണ്. ഇന്നും എന്റെ ദൈവത്തിന്റെ കരങ്ങൾ കുറുതായി പോയിട്ടില്ല. അതുകൊണ്ട് അന്ന് പ്രവർത്തിച്ച ഒരു പ്രത്യേകമായ സ്ഥാനമാണെന്നോ ചിന്തിച്ചുകൊണ്ട് നാം ഇരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ അതേ സാഹചര്യത്തിൽ നിൽക്കുന്നുവെങ്കിൽ, അതേ അവസ്ഥകളാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒന്നാമത്തെ വിഷയം അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് അവർ എന്ത് ചെയ്തു? ഒരു പ്രൊക്ലെയിം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇതുകൊണ്ട് മാത്രമല്ല സഭ വളർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് സഭ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയാണ് പ്രിസർവ് ചെയ്യുക, സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? ഇവിടെ പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ എന്താ ഇവിടെ ആവശ്യമായിരുന്നത്? ഒരു സൂക്ഷിക്കേണ്ട ഒരു ചുമതലയെ നമ്മളിവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മക്കളെ നാം ഒന്ന് മറന്നു കളയരുത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു വലിയ വേല നമ്മൾ കൂടെ നിവർത്തിക്കപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങൾ സൂക്ഷിപ്പുകാരനായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം എനിക്കതിനുള്ള കഴിവില്ല. ഒരുപക്ഷെ നാം ചിന്തിക്കുമായിരിക്കാം എന്റെ വിളി അതല്ല. ഞാൻ ഓർപ്പിക്കട്ടെ, സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു ചുമതല എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം അന്യോന്യം ആത്മീയമായിട്ട് വർദ്ധിപ്പിച്ച് ആത്മീയമായിട്ട് വളർത്തുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്കനുസൃതമായിരിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ മറ്റുള്ളവര് പിന്നോട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കും. അനേകരെ ദൈവത്തെ കണ്ടുമുട്ടാത്തതല്ല പ്രശ്നമായിരിക്കുന്നത്, നിലനിർത്തുവാനായിട്ട് സാധിക്കാത്തത് പലപ്പോഴും പ്രയാസമായിരിക്കുന്നു. പലരുടെയും ജീവിതത്തിൽ അവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ പലവിധമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. എന്നാൽ ആ കാരണങ്ങൾക്കനുസൃതമായിട്ട് നിലനിർത്തുവാനുള്ള ഒരു സ്റ്റെപ്സ്, ഒരു ബേസിക് ആയിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വേല ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഉയരുവാനായിട്ടോ വളരുവാനായിട്ടോ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി പ്രയാണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 മിഷണറി പ്രയാണമാണ് പൗലോസ് ചെയ്തത്. എന്താണ് ഈ 3 മിഷണറി പ്രയാണത്തിന്റെ പ്രത്യേകതയെന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ കടന്നു വരട്ടെ. വായിച്ചോട്ട് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം.
35-ാമത്തെ വാക്യം, വേഴ്സ് 35. ശ്രദ്ധിക്കണം, ആ വേർഡ് വളരെ ശ്രദ്ധിക്കണം. പൗലോസിന് വേണമായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കടന്നു പോകാമായിരുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞ സുവിശേഷകന്റെ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം പലവിധമായ കൃപകൾ കൊടുത്തിട്ടുണ്ട്. ആ കൃപകളൊക്കെ വെച്ചുകൊണ്ട് സുവിശേഷീകരണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പൗലോസ് ഒന്നാമത്തെ മിഷനെ പ്രയാണത്തിന്റെ അവസാനം കടന്നു വന്നപ്പോൾ താൻ ഇപ്രകാരം ചിന്തിച്ചു, നാം ഒരിക്കൽ കൂടെ നാം ഒന്ന് പിന്നോട്ട് കടന്നു പോകുക, നാം പുറപ്പെട്ട് പോയതായിരിക്കുന്ന സകല പട്ടണങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുക. എന്തിനാ കടന്നു ചെല്ലേണ്ടത്? കഴിഞ്ഞ നാളുകൾ നാം മുഖാന്തരമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടുന്നതായിരിക്കുന്ന ജനങ്ങൾ എപ്രകാരം ഇരിക്കുന്നു എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ ഒരു വലിയ ധ്വനിയെ നമുക്ക് മനസ്സിലാക്കാം. നാം മുഖാന്തരമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നായിരിക്കുന്ന ആത്മാക്കൾ അവർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സ്പിരിച്വൽ പേരൻസ് ആയി തീരണം. എന്താ ഈ സ്പിരിച്വൽ പേരൻസ് എന്ന് പറഞ്ഞാൽ, അവരിൽ കൂടെ കടന്നു വരുന്നതായിരിക്കുന്ന ജനം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീരുന്നവർ, അവർ വാസ്തവമായിട്ട് അവർക്ക് വേണ്ടതായിരിക്കുന്ന ഒരപ്പൻ തന്റെ മക്കളെ കരുതുന്ന പോലെ കരുതുവാനുള്ള ഒരു മനസ്സാണ് അവക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവസന്നിധി നിലനിർത്തുവാൻ തക്കണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പിന്നോട്ട് പോകുവാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ വിളിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ദൈവം ആരെയും പിന്മാറ്റത്തിലേക്ക് പോകുവാൻ ദൈവം വിളിച്ചിട്ടില്ല. പലപ്പോഴും പിന്മാറ്റത്തിന്റെ ഭീതി മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ സത്യം ഓർപ്പിക്കട്ടെ, പിന്മാറ്റത്തിലേക്ക് കടന്നു പോകുവാൻ അല്ല എന്റെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, മുൻപോട്ട് കടന്നു പോകുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും, സാഹചര്യം എത്രമാത്രം എതിർപ്പായിരുന്നാലും, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, ശൗലോ മേൽക്കുമേൽ ദൈവത്തിന്റെ കൃപയിൽ മുതിർന്നു വന്നു. എന്റെ പ്രതികൂല സാഹചര്യം എന്നെ പിന്നോട്ട് കൊണ്ടുപോകുകയില്ല. എന്റെ പ്രതികൂല സാഹചര്യം എന്നെ പിന്നോട്ട് വലിക്കുകയില്ല. എന്റെ ചുറ്റുപാടുകളോ എന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുകയില്ല. ഏതെല്ലാം സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതോ പിന്മാറ്റത്തിലേക്ക് അനുഭവത്തിലേക്ക് കടന്നു പോകുവാനല്ല, പകരം കൃപമേൽ കൃപ പ്രാപിപ്പാൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ കൃപമേൽ കൃപ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൃപമേൽ കൃപ പ്രാപിക്കുവാൻ. ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് ചുറ്റുപാടുമായിരിക്കോട്ടെ, എന്റെയും നിങ്ങളുടെ ചുറ്റുപാടുകളോ എന്റെ ദൈവത്തിന്റെ വിഷയമല്ല. സഹോദര, ഒന്ന് മനസ്സിലായിക്കോണം, സിംഹത്തിന്റെ കുഴിയിലാണ് നീ കിടക്കുന്നതെങ്കിലും, അല്ല തീയുടെ നടുവിലാണ് നീ കിടക്കുന്നതെങ്കിലും, ഒന്ന് മനസ്സിലായിക്കോണം, തീയുടെ നടുവിൽ നിന്ന് വിടിപ്പിപ്പാൻ കഴിവുള്ളവനാണോ നിന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന്റെ അനുവാദമില്ലാതെ എന്റെ തലയിലെ ഒരു തലമുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. ഇതിനെല്ലാം ദൈവത്തിന്റെ അനുവാദം വേണമെങ്കിൽ എന്നെ കരുതുന്നവനായിരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവം എന്റെ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ കൃപമേൽ കൃപ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലായിക്കോണമേ, എന്റെ പ്രതികൂലങ്ങൾ എന്നെ ദൈവത്തിന്റെ കൃപയിൽ വളർത്തുന്നതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ പിന്മാറ്റത്തിന് വേണ്ടി അല്ല എന്റെ പ്രശ്നം കടന്നു വരുന്നത്, പകരം കൃപ പ്രാപിക്കുവാനാണ്, കൃപമേൽ കൃപ പ്രാപിക്കുവാനാണ്. പ്രിയ സഹോദര, പിന്മാറ്റത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയാട്ടോ. പിന്മാറി പോകുവാൻ ദൈവമാരെ വിളിച്ചിട്ടില്ല. ദൈവം വിളിച്ചത് മുൻപോട്ട് കടന്നു പോകുവാനാ. ദൈവം വിളിച്ചത് കൃപമേൽ കൃപ പ്രാപിക്കുവാനാ. ഈ ദിവസങ്ങളിൽ എന്താ ആവശ്യമായിരിക്കുന്നതോ കൃപമേൽ കൃപ പകരുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. കൃപമേൽ കൃപ പകരുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. പ്രതികൂലങ്ങളുടെ നിമിഷങ്ങൾ നിൽക്കുമ്പോൾ, പ്രയാസങ്ങളുടെ നിമിഷങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിന് മറ്റമില്ലാത്ത വചനപ്രകാരം പറയുന്നു, നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിനോ അവൻ ഞങ്ങളുടെ കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു കഷ്ടത പോലും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. എന്റെ ജീവിതത്തിലോ എന്നെ ആശ്വസിപ്പിക്കുവാൻ അസാധ്യമായിരിക്കുന്ന ഒരു കഷ്ടത പോലും കടന്നു വന്നിട്ടില്ല. കഴിഞ്ഞ നാളുകളിലോ അനേക കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി, അനേക പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി. എന്നാൽ ഇന്ന് നിന്നുകൊണ്ട് ഒന്നെനിക്ക് പറയുവാൻ സാധിക്കും, എന്റെ ദൈവം എന്റെ സകല കഷ്ടതയും മാറ്റി തന്നു.
എന്താ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടത് ദൈവം അവരെ വിടുവിക്കുന്ന ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുണ്ടായി, നാം സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പൗലോസ് ഒരു വേർഡ് കൂടെ പൗലോസിനെ വായിച്ചാൽ അപ്പോസ്തല 20 അധ്യായം 26 വാക്യം, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 26. അവിടെ പറയുന്നു, ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ആരല്ല, കുറ്റക്കാരൻ എന്ന്. എന്താ പൗലോസ് ചെയ്യുന്നത്? തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നാം കാണുകയാണ്, ഒന്നുപോലും നശിച്ചു പോകരുത്. ഇതേ ചിന്തകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കാണുവാൻ സാധിക്കും. യേശു ഇപ്രകാരം പറഞ്ഞു, പിതാവ് എന്റെ കയ്യിൽ തന്നതൊക്കെയും ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അപ്പോൾ സൂക്ഷിക്കുക എന്നുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ദൈവം സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ദൈവം ഓരോ വ്യക്തികൾ കൊടുത്തിട്ടുണ്ട്. ആരെയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്? ആ വേർഡ് പ്രകാരം പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. അപ്പോൾ വാക്ക് കൈക്കൊണ്ടവരെ സൂക്ഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രിസേർവ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ പ്രിസേർവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. എന്താണ് നാം സൂക്ഷിക്കേണ്ടത്? എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നു, ഞാൻ പറയുണ്ടായി, ആരെയാ സൂക്ഷിക്കേണ്ടത്? അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, അഥവാ യേശുവിനെ സ്വീകരിക്കുന്നവരെ സൂക്ഷിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങനെയാ നമ്മൾ സൂക്ഷിക്കേണ്ടത്? സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ് ദൈവത്തിന്റെ വചനത്തിലേക്ക് അവരെ നടത്തുക. എന്താ ഇവിടെ ഒന്നാമത് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവർ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. അപ്പോൾ എന്തിലേക്കാണ് അവരെ നടത്തേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അവരെ സൂക്ഷിക്കേണ്ടത്? സൂക്ഷിക്കേണ്ടത് പറയുന്നത് എല്ലാ ആഴ്ചയിലും കടന്നു വന്ന് കൈയടിച്ച് സന്തോഷിച്ച് പോകുന്നതിൽ അല്ല നമ്മൾ തൃപ്തരാകേണ്ടത്. നാം തൃപ്തരാകേണ്ടത് ദൈവത്തിന്റെ വചനം അവർ പ്രാവർത്തികമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലാണോ നാം തൃപ്തരാകേണ്ടത്. എന്താ ഇവിടെ വിഷയം? ഒരു വ്യക്തി ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ വ്യക്തി വന്നിട്ട് കടന്നു പോകാനല്ല, അവനെ രണ്ടാമത്തെ ലെവലിലേക്ക് നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത്തെ അനുഭവത്തിലേക്ക് നടത്തണം. രക്ഷിക്കപ്പെടുവാൻ അവൻ ഇടയായിത്തീർന്നുവെങ്കിൽ ആ രക്ഷയിൽ തന്നെ നിൽക്കുവാനല്ല ദൈവമനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവര് ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. എങ്ങോട്ടാ അത്? സ്നാനപ്പെടണം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എന്താ ഈ സ്നാനത്തിന്റെ പ്രത്യേകത? ചില നാളുകൾക്ക് മുമ്പ് സ്നാനത്തെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ 1-2 കാര്യങ്ങൾ മാത്രം ഇന്ന് പകൽ ചൂണ്ടിക്കാണിക്കട്ടെ. എന്താണ് സ്നാനം? വായിച്ചോട്ടോ, ഗലാത്യർക്ക് ലേഖനം 3 അധ്യായം അതിന്റെ 27 വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്നാനം എന്ന് പറയുന്നതിന്റെ ആവശ്യത. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാൻ, ചെറുപ്പത്തിൽ ഞാൻ സ്നാനപ്പെട്ടതാണ്, ശരിയാണോ? പക്ഷെങ്കിൽ വേദപുസ്തകം വിപരീതമാണത്. ദൈവത്തിന്റെ വചനം പറയുന്ന സ്നാനം ഒന്നേ ഉള്ളൂ. ആ സ്നാനത്തിന്റെ പ്രത്യേകതയാണോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ വിഷയം? യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന നാം എല്ലാവരും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്നാനപ്പെടുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആയിരുന്ന ഒരു കുടുംബമല്ല ഇനി നമുക്കുള്ളത്. ഒരു പുതിയ കുടുംബത്തിലേക്ക് നാം കടക്കുക, ഒരു ദൈവിക ഭവനത്തിലേക്ക് ഞാൻ നിങ്ങളും കടക്കുക. എന്താ അതിന്റെ മാർഗമെന്ന്, എന്താ അതിന്റെ തെളിവെന്ന് പറയുന്നത്? യേശുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വ്യക്തി ഈ ലോകത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച വ്യക്തി ജീവിതം അവൻ വിശ്വസിച്ച് സ്നാനപ്പെടുമ്പോൾ അവൻ ചെയ്യുന്നത് ക്രിസ്തുവിനോട് അവൻ ചേരുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അവൻ ചേരുക. ദൈവമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് അവന്റെ ജീവിതം കടന്നു വരിക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മറന്നു കളയരുത്. ഈ ലോകത്തിലെ ചില ജീവിതം ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും അനുഭവം അനുഭവിച്ച് ചില നന്മകൾ അനുഭവിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ചില ആത്മാക്കളെയും കൊണ്ട് ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ജനത്തെ രണ്ടാമത്തെ ലെവലിലേക്ക് നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ അത് സ്നാനത്തിലേക്ക് നടത്തേണ്ടത് ആവശ്യം? എന്താണ് സ്നാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അതിന്റെ ഒരു വാക്യം കൊണ്ട് വായിച്ചുകൊള്ളട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം അതിന്റെ 33 വാക്യം, ജോൺ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 33. യോഹന്നാൻ 1:33. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ സ്നാനത്തെ കുറിച്ച് അവിടെ പറയുന്നു. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനെ കാണുമ്പോൾ അവൻ ആര്? പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. എന്താ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? യേശുക്രിസ്തു ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനത്തിന്റെ വളരെ ഒരു വലിയ പ്രാധാന്യതയുണ്ട്. ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് നടക്കുന്നത്. എന്താ ഐഡന്റിഫൈ എന്നറിയാമോ? ഞാൻ
ദൈവത്തിന്റെ പൈതലാണെന്നുള്ളത്. ഇതുകൊണ്ടുള്ള ഗുണം എന്നാണെന്ന് അറിയാമോ? ഒരു സാക്ഷ്യത്തിന് വളരെ വാല്യൂ ഉണ്ട്. എന്താ സാക്ഷ്യത്തിന് വില? വേദപുസ്തകം പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി ജയിച്ചു. അപ്പൊ സാക്ഷ്യത്തിന് വളരെ വിലയുണ്ട്. സാക്ഷ്യമാണ് ദുഷ്ടനായ പിശാചിനെ തോൽപ്പിക്കുന്നത്. ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ അവൻ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ദൈവത്തോട് ചേരുകയാണ്, ഞാൻ ആരാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കും, കഴിഞ്ഞ നാളുകളിലോ ഈ വ്യക്തിയെ നടത്തിക്കൊണ്ടിരുന്നത് എത്രമാത്രം പൈശാചിക ശക്തിയായിരുന്നാലും, എത്രമാത്രം ലോകത്തിലെ കെട്ടുകളായിരുന്നാലും, ആ സ്നാനത്തിന്റെ മധ്യത്തിൽ അവൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യപ്പെടുകയാണോ? അവൻ പറയുന്ന ഒരു സത്യമുണ്ട്, ഞാൻ ഇനി ലോക മനുഷ്യനല്ല, ഞാൻ ഇനി പൈശാചിനുള്ളവനല്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനപ്പെടാതെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരോ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സ്നാനം എന്നുള്ളത് വളരെ ആവശ്യമാണോ? നിന്റെ ഐഡന്റിറ്റി അവിടെ വെളിപ്പെടുത്തുക. എന്താ ഐഡന്റിറ്റി? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണോ, ഞാൻ ദൈവത്തിന്റെ മകളാണോ? അപ്പോൾ എന്താ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആവശ്യകത എന്നാണോ? ഒന്നാമത് നടത്തേണ്ടത് അവരെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നടത്തുക. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? അതിനുശേഷമുള്ള സ്റ്റെപ്പിലേക്ക് നടത്തുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് രക്ഷിക്കപ്പെടുക എന്നുള്ളതായിരിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ടവരെ രണ്ടാമത് ചെയ്യുന്നത് സ്നാനത്തിന് വേണ്ടി അവരെ ഒരുക്കുക എന്നുള്ളതാ. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ സ്നാനപ്പെട്ടവരല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുക, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ദൈവം ഉള്ളങ്ങളെ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഉള്ളങ്ങളെ തുറന്നു കൊടുക്കാതെ ഒരു വ്യക്തിക്ക് പോലും സ്നാനപ്പെടുവാൻ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ആരാധന മധ്യത്തിൽ ഒരു വലിയ കരങ്ങൾ ഞാൻ കണ്ടു. ആ കരങ്ങൾ എന്തായിരുന്നു അറിയാമോ? അനേകരുടെ മുഖത്ത് നിന്ന് ദൈവം പല മുഖംമൂടികളോ മാറ്റുന്നൊരു കാഴ്ചയെ കണ്ടു. അനേക കണ്ണുകളോ ദൈവം തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയെ കണ്ടു. അവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞത്, ദൈവം വചനത്തിന്റെ വാതിലോ വചനത്തിൻ്റെതായ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ഒരു പക്ഷേ നീ കടന്നു വന്നവരായിരിക്കാം, എന്നാൽ ഇവിടുന്ന് കടന്നു പോകുന്നത് കടന്നു വന്നതുപോലെയല്ല. ഒരു വലിയ മാറ്റത്തോടുകൂടിയാണോ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവം ഒരുവന്റെ കണ്ണു തുറന്നാൽ അവൻ ശരിയായിട്ട് കാണുവാൻ ഇടയായിത്തീരും. ദൈവം ഒരുവന്റെ കണ്ണു തുറന്നില്ലെങ്കിൽ അവൻ കാണുകയില്ല. എല്ലാത്തിനും ഉണ്ടായിരിക്കും. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, നിങ്ങൾ കണ്ടില്ല. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടു, കേട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കണ്ണുകൊണ്ട് കാണാതിരിപ്പാൻ, ചെവി കൊണ്ട് കേൾക്കാതിരിപ്പാൻ ഞാൻ അവിടെ ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം ഒരു വ്യക്തിയുടെ കണ്ണു തുറക്കുമ്പോൾ അവിടെയാണ് അവൻ വാസ്തവമായി കാണുന്നത്, ആകുന്നത് പോലെ അവൻ കാണുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്ന കൃപയെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി വലിയവനായിരിക്കും ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കണം. അപ്പോൾ എന്താ ആവശ്യമായിരിക്കുന്നത്? ഇവരെ രണ്ടാമത്തെ ലെവലിലേക്ക് നാം നടത്തണം. എന്താ രണ്ടാമത്തെ ലെവല്? സ്നാനപ്പെടുക എന്നുള്ളത്. ഇതുകൊണ്ടായോ പ്രിസർവേഷൻ? ഇതുകൊണ്ട് തീർന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം വായിച്ചാട്ട്, വേഴ്സ് 42. പിന്നീട് എന്താ സംഭവിച്ചതോ? മൂന്നാമത്തെ വിഷയത്തിലേക്ക് അവരെ നടത്തേണ്ടതോ വളരെ ആവശ്യമാണ്. എന്താ അവർക്ക് വേണ്ടതോ? ഒരു റിലേഷൻഷിപ്പ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് ഒരു ബന്ധം. ഒരു ബന്ധത്തിലേക്ക് അവരെ നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ബന്ധമാണ് അവർക്ക് വേണ്ടത്. എന്താണ് അവർക്ക് ഉണ്ടാകേണ്ടത്? അവർക്ക് പ്രധാനമായിട്ട് 3 രീതിയുള്ള ബന്ധം ആവശ്യമാണ്. 3 അവർക്ക് ബന്ധമുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ട ബന്ധമാണ് ദൈവത്തോട് ഉണ്ടാകേണ്ടത്. ദൈവമാണോ അവരുടെ ബന്ധം? ആദ്യം ദൈവത്തോടുള്ള ബന്ധമാണോ അവർ ആദ്യമായിട്ട് സ്ഥാപിക്കേണ്ടത്? ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കും? അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണോ ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഈ ജനത്തെ മുൻപോട്ട് നയിക്കുക? ഇവരെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുവാനുള്ള 2 മാർഗമുണ്ട്. ഒന്ന്, അത് പ്രധാനമായിരിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, സംസാരം. ഈ സംസാരം ഉണ്ടാകണമെങ്കിൽ 2 കാര്യം ആവശ്യമാണ്. ഒന്ന്, മെഡിറ്റേഷൻ, ദൈവത്തിന്റെ വചനത്തെ ധ്യാനം. 2, പ്രാർത്ഥന. എന്താ ഇവിടെ വേണ്ടത്? ധ്യാനം. ധ്യാനത്തെക്കുറിച്ച് ഒരു വേർഡ് ഞാൻ ഓർപ്പിക്കട്ടെ. 63-ാം സങ്കീർത്തനം 5-6 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, Psalm 63 verse number 5 and 6. 63-ാം സങ്കീർത്തനം 5-6 വാക്യം. എന്റെ കിടക്കയിൽ നിന്നെ ഓക്കി രാത്രി യാമങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നു? ഇവിടെ പറയുന്നു, താഴത്തെ വാക്യം പറയുന്നു, എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്, മെഡിറ്റേഷൻ ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് തൃപ്തി
തൃപ്തിയിലേക്ക് നമ്മെ നടത്തുക. ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവത്തിന്റെ പൈതലായി തീർന്നുവെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്നുവെങ്കിൽ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിലോ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ധ്യാനം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. ദൈവത്തോടുള്ള എന്റെ ബന്ധം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. ദൈവത്തോട് ഞാൻ ബന്ധപ്പെടുമ്പോൾ, ദൈവത്തിന്റെ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ മാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തെ ഞാൻ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്റെ പ്രാണൻ മജ്ജയും മേധസ്സും വരികയാ, എന്റെ പ്രാണൻ ബലപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ അകമേയുള്ള പ്രാണൻ എന്ന് പറയുമ്പോൾ അകമേയുള്ള മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? അവൻ ബലപ്പെടുകയാ. ഇവിടെയാണ് ഒരു വ്യക്തി ഫാസ്റ്റിംഗിൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നറിയാമോ? അവന്റെ ഭൗതികമാർഗ ജഡശരീരത്തിനോ ആഹാരം കൊടുക്കാതെ, അവന്റെ അകമേയുള്ള ശരീരത്തിനോ അകമേയുള്ള മനുഷ്യനോ ആഹാരം കൊടുക്കുമ്പോൾ അവിടെയാണ് അകമേയുള്ള മനുഷ്യൻ വളരുവാൻ ഇടയായിത്തീരുന്നത്. എങ്ങോട്ടാ വളരുന്നറിയാമോ? അവിടെയാണ് ഈ അകമേയുള്ള മനുഷ്യൻ പുറമേയുള്ള ശരീരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ പുറമേയുള്ള ശരീരത്തെ നിന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, നിന്റെ പുറമേയുള്ള ശരീരത്തെ നീ നിയന്ത്രിക്കണമെങ്കിൽ, നിന്റെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടോ നിന്റെ ശരീരം മൂവ് ചെയ്യുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ പുറമേയുള്ള ശരീരത്തെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അകമേയുള്ള മനുഷ്യൻ ബലപ്പെടാതെ നിന്റെ പുറമേയുള്ള മനുഷ്യനോ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പുറമേയുള്ള മനുഷ്യന്റെ അബദ്ധ സഞ്ചാരം നിർത്തണമെന്നുണ്ടെങ്കിൽ, പുറമേയുള്ള മനുഷ്യനെ നാം ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ വഴികളിൽ നിന്നോ രക്ഷപ്പെടുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ, അന്യായമായിരിക്കുന്ന ഹൃദയത്തിൽ നിന്നോ വിട്ടുമാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അകമയുള്ള മനുഷ്യനെ ഒന്ന് പോഷിപ്പിച്ചാട്ടോ, അകമയുള്ള മനുഷ്യന് ബലപ്പെടട്ടെ. എങ്ങനെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നത്? ഞാൻ രാത്രിയിൽ കിടക്കുമ്പോൾ, ഞാൻ ധ്യാനിക്കുമ്പോൾ എന്റെ മജ്ജ, എന്റെ പ്രാണൻ മേധസ് എന്ന പോലെ തൃപ്തി വരികയാ, എന്റെ പ്രാണൻ ബലം പ്രാപിക്കുക, എന്റെ പ്രാണൻ ബലപ്പെടുകയാ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മറക്കരുത്. പ്രതികൂലങ്ങളുടെ നടുവിലോ, പ്രയാസങ്ങളുടെ നടുവിലോ, ഭാരങ്ങളുടെ നടുവിലോ, ബുദ്ധിമുട്ടുകളുടെ നടുവിലോ, എല്ലാവരും കൈവിട്ട സമയത്തോ, എല്ലാവരും തള്ളിക്കളഞ്ഞ സമയത്തോ, ആശ്വാസത്തിന് വേണ്ടി ഒരു മാർഗവുമില്ലാതെ ഓടി നടന്ന ആ സ്ഥാനത്ത് വളരെ പെട്ടെന്ന് കടന്നുപോയി ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ച് നീ ലഭിച്ച ആശ്വാസമുണ്ടല്ലോ. എവിടെയാണ് ആശ്വാസം പ്രാപിച്ചെന്നറിയാമോ? നീ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ നിന്റെ പ്രാണൻ മജ്ജയും മേധസ്സും എന്ന പോലെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടായി. അതാണ് നീ പ്രാപിച്ച ബലം, അതാണ് നീ പ്രാപിച്ച ശക്തി, അതാണ് നീ പ്രാപിച്ച ആരോഗ്യം. നിന്റെ മറ്റെങ്ങൊന്നും ലഭിച്ചതല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരമാണെന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിന്റെ വചനം നീ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നീ മാനിക്കുമ്പോൾ, ദൈവത്തോട് നീ ബന്ധപ്പെടുവാൻ ഒരുക്കപ്പെടുമ്പോൾ എന്താ ലഭിക്കുന്നറിയാമോ? നിന്റെ പ്രാണൻ അനുദിനം മേധസ്സിന്റെ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ക്ഷീണിച്ചു പോകും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. എനിക്കിഷ്ടമാ വേർഡ് എങ്കിലും. എങ്കിലും എന്താ എങ്കിലും എന്ന് പറഞ്ഞാൽ ഇതാണ് ലോകത്തിന്റെ കണക്ക്. എങ്കിലും ഇവിടെ ദൈവത്തിന്റെ കണക്ക് പറയുക. എന്താ ദൈവത്തിന്റെ കണക്ക്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ എന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അവർ ഉയരും, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഉയരും, വേദനകൾ കടന്നു വരുമ്പോൾ അവർ ഉയരും, ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ അവർ ഉയരും. അവർ താഴോട്ട് പോകുകയല്ല, അവർ ഉയരങ്ങളിലേക്ക് പോകുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം നീ മറന്നു കളയരുത്. നീ താഴോട്ടല്ല പോകുന്നത്, നീ താഴേക്കല്ല വീഴുന്നത്, നീ ഉയരങ്ങളിലേക്കാ പോകുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിലോ, ഭാരങ്ങളുടെ നടുവിലോ നീ മുകളിലേക്ക് കടന്നു പോകുക. എന്താ മുകളിലേക്ക് കടക്കുവാൻ കാരണം എന്നാന്ന് അറിയാമോ? ഞാൻ കിടക്കയിലോ ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്. എല്ലാ ദിവസവും സെപ്പറേറ്റ് സം ടൈം, എല്ലാ ദിവസവും സമയം വേർപെടുത്തുക. ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ സന്നിധാനത്തിലോ അല്പസമയം ചെലവഴിക്കുക, ദൈവത്തിന്റെ വചനമായിട്ടോ അല്പസമയം ചെലവഴിക്കുക. ബി സെപ്പറേറ്റ്. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ, നിങ്ങൾ ഒന്ന് ഏകാന്തതയുടെ മധ്യത്തിലോ അല്പസമയം ഇരിക്കുക. ദൈവത്തോടൊന്ന് പറയുക, എന്റെ ദൈവമേ, ഞാൻ ഈ വിശുദ്ധ വചനം വായിപ്പാൻ പോകുക, നീ എന്റെ ഹൃദയ കണ്ണുകൾ തുറന്നു തരണമേ. അവിടെയാണ് ദൈവം ഹൃദയ കണ്ണ് തുറക്കുന്നത്. ദൈവം ഹൃദയ കണ്ണ് തുറന്നാൽ എന്താ അനുഭവം എന്നറിയാമോ? ദൈവികമായിരിക്കുന്ന ജ്ഞാനം പൊഴിക്കുന്ന ഒരു കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ദാസനെ പ്രകാരം സദൃശവാക്യത്തിൽ പറയുന്നു, എന്റെ ദിവസമ്പതി എന്റെ വാതിൽ കട്ടളയ്ക്കെങ്കിൽ കാത്തു നിൽക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രിയ സഹോദര, മറന്നു കളയരുത്. ദൈവത്തിന്റെ മനസ്സ് എനിക്ക് പൊഴിച്ചേരുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തിന്റെ മനസ്സ് എനിക്ക് പൊഴിച്ചേരുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. ഏറ്റെടുക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, സഹോദരി, ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം തന്റെ മനസ്സ് നമ്മുടെ മേൽ പൊഴിച്ചു തരുന്നവരാണ്. എന്താവശ്യമായിരിക്കുന്നത്? ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ.
അപ്പോൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ജനത്തെ നമ്മൾ എങ്ങോട്ട് നടത്തണം? ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നടത്തണം. ദൈവികമായിരിക്കുന്ന ബന്ധത്തിലേക്ക്. ഒരു മനുഷ്യൻ വാ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അല്ല എന്റെ ദൈവത്തിന്റെ വചനം. എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത്, അധ്വാനിക്കുന്നത് ഭാരം ചുക്കുന്നതുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ കടന്നു വരുവീൻ. യേശുവിന്റെ അടുക്കിലേക്ക് വിടുന്നതാണ് ദൈവത്തിന്റെ ഹിതം. ഒരു മനുഷ്യന്റെ മുൻപിലേക്ക് വിടുന്നതല്ല എന്റെ ദൈവത്തിന്റെ ഹിതം. ഒരു മനുഷ്യനല്ല നിന്നെ സഹായിക്കുന്നത്. മനുഷ്യന്റെ സഹായങ്ങൾ ഇന്നലെ ചെയ്തെന്നിരിക്കും, ഇന്നവൻ മാറിപ്പോയെന്നിരിക്കും. എന്നാൽ ദൈവം സഹായിക്കുവാൻ നോക്കിയാൽ ഒരിക്കലും മാറിയയില്ല. മനുഷ്യർക്കൊക്കെ പരിമിതികളുണ്ട്, എന്നാൽ എന്റെ ദൈവത്തിന് ഒരു പരിമിതിയുമില്ല. പരിമിതിയില്ലാത്ത ദൈവത്തിന്റെ മുൻപിൽ ആ ദൈവത്തോട് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടേണ്ടത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ ജനത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നടത്തണം. നമുക്കുള്ള ഏക ജോലി അത് മാത്രമേ ഉള്ളൂ. എല്ലാവരും കടന്നു വന്നിരുന്നു, എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്നു, എല്ലാം വളരെ നല്ലത് തന്നെ. പക്ഷെ നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുക. ഇവിടെ കണ്ടക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ജനത്തെ നിങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുക. ഇവിടുത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുന്ന അതിനു വേണ്ടിയാ. നിങ്ങളെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുക, നിങ്ങൾ ദൈവമായിട്ടൊന്ന് ബന്ധപ്പെടുക. അതേ ഉള്ളൂ ഞങ്ങളുടെ ജോലി, വേറെ ഒന്നുമില്ല. ബാക്കി ചെയ്യുന്ന ദൈവമാ. നിങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ദൈവം നിങ്ങളോട് കാണിക്കുന്ന കൃപയാ. ഞങ്ങളുടെ ഏതാണ്ട് കഴിവുകൊണ്ടല്ല ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ കടന്നു വരികയാണ്. അപ്പോൾ എന്താ വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ. ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരും. 2, എന്തുകൊണ്ട് വേണം? പ്രാർത്ഥന. അതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, ഒരു ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയില്ലാതെ ജീവിക്കുവാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കുവാൻ ജനത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത് എന്തിലേക്കാണ് അവരുടെ ബന്ധം പോകേണ്ടത്? രണ്ടാമത്തെ അവരുടെ ബന്ധം പോകേണ്ടത് ടു ദ ഫെലോ ക്രിസ്ത്യൻസ്. തന്റെ കൂട്ട സഹോദരങ്ങളോട് ഒരു വലിയ ബന്ധമുണ്ട്. പലപ്പോഴും പലരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത് നമ്മൾ ലീഡ് ചെയ്യേണ്ടത് അങ്ങോട്ടാണ്. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ ഏറ്റവും പുറകെ വന്നിരുന്നേച്ച് മീറ്റിംഗ് തീരുന്ന മുമ്പ് ഞാൻ പോകും, അതാ എൻ്റെ ജോലി. ഞാൻ ഓർപ്പിക്കട്ടെ, അതിനുവേണ്ടി അല്ല ദൈവം സഭയെ വിളിച്ചിരിക്കുന്നത്. ദൈവം സഭയെ വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. സഭ എന്ന് പറയുന്നത് ശരീരത്തിന്റെ അവയവങ്ങളാകുന്നുവെങ്കിൽ തമ്മിൽ ഒരു വലിയ കടപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. മീറ്റിംഗ് കഴിയുമ്പോൾ കൈയും കൊടുത്തേച്ച് ഓടുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് അടങ്ങിയതായിരിക്കും ഒരു ബന്ധമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? എനിക്ക് മറ്റുള്ളൊരു കടപ്പാടുണ്ടോ? എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്നവരുടെ കടപ്പാടുണ്ടോ? ഇന്ന് പകൽക്കാലം പ്രിയ സഹോദര, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ കടപ്പാടുണ്ടോ? സഹോദരി, ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരുടെ കടപ്പാടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയുണ്ടായി, എൻ്റെ സഹോദര, എനിക്കൊരാളെ പ്രാർത്ഥിക്കുവാനായിട്ട് കിട്ടി, പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കടന്നു വന്നു. എന്നാൽ ഞാൻ ഒന്നറിയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപകടം കടന്നു വന്നില്ലെന്നല്ല, അപകടത്തിൽ ദൈവം താങ്ങിയതിന്റെ കാരണം എന്നാണെന്ന് അറിയാമോ? അറിയാതെ ചില പ്രിയപ്പെട്ടവരോ കുത്തിയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോ അതിന്റെ പിന്നിലെ രഹസ്യമാണെന്ന് മറന്നു കളയരുത്. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ മുട്ടുകൾ മടക്കുമ്പോൾ, നിന്റെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കും അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കും. അനർത്ഥങ്ങൾ കടന്നു വന്നാലും അനർത്ഥം നാശത്തിന് കാരണമാകാതെ രക്ഷിപ്പാൻ ദൈവം ശക്തൻ. എന്താ ജീവിതത്തിൽ വേണ്ടത്? ജീവിതത്തിൽ വേണ്ടതോ തമ്മിൽ ഒരു ബന്ധമുണ്ട്. തമ്മിൽ തമ്മിൽ എല്ലാവരും ബന്ധിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഭയുടെ ഒരു പ്രത്യേകത അവിടെയാ. ആദ്യ നൂറ്റാണ്ടിലെ പ്രത്യേകത അവിടെയാ. എന്താണ് ഈ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ? തമ്മിൽ ബന്ധമുണ്ട്. ഒരൊറ്റ വേർഡ് കൂടെ വായിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. 2-ാം അധ്യായം അതിൻ്റെതായിരിക്കുന്ന 45-ാമത്തെ വാക്യം. എന്താ ഇവിടെ വെളിപ്പെടുത്തുന്നത്? തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രകടനം തങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്നേഹത്തിനൊരു പ്രവർത്തനമുണ്ട്, സ്നേഹത്തിനൊരു പ്രയത്നമുണ്ട്. പ്രവൃത്തിയില്ലാത്ത സ്നേഹത്തിന് യാതൊരു വിലയുമില്ല. സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിന്റെ എല്ലാ കാര്യമുള്ളത് സ്നേഹത്തിനൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയാണോ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്? ദൈവത്തോട് സ്നേഹമുണ്ടോ? ശരിയാണ്. പക്ഷെങ്കിൽ വീട്ടിലിരിക്കുന്നതോട് ദൈവത്തോടുള്ള സ്നേഹമാകുന്നില്ല. സ്നേഹത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. സ്നേഹത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുത്താൻ വളരെ ആവശ്യമാകുന്നുവെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വലിയവരോ ചെറിയവരോ എന്ന് വ്യത്യാസമില്ല. ഇവിടെ ദാസനോ യജമാനോ എന്നുള്ള വ്യത്യാസമില്ല. ഇവിടെ ആണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ല. ഇവിടെ കുഞ്ഞുങ്ങളോ വലിയവരോ എന്ന് വ്യത്യാസമില്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, എല്ലാവരും ഒന്നായിരിക്കുക.
എല്ലാവർക്കും തമ്മിൽ ബന്ധമുണ്ട്. എല്ലാവരും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള വിഷയങ്ങളോ ഒന്ന് ഏറ്റെടുക്കുവാൻ അവർക്ക് താല്പര്യമുണ്ട്. ഞാൻ ഓർപ്പിക്കുന്നു, ഞാൻ ചിന്തിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം വിറ്റേച്ച് മറ്റുള്ളവർ കൊടുക്കുവാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഒന്ന് കൺസേൺ ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ഞാൻ അവരെ സ്നേഹിക്കുന്നു പറയുമ്പോൾ അവരെ കുറിച്ചുള്ള കൺസേൺ എൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. വെറുതെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൺസേൺ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ട ആ വേദന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആ പ്രിയപ്പെട്ട ഒരു വേദന നമ്മുടെ കൺമുൻപിൽ കടന്നു വരട്ടെ. അവരുടെ ഭാരം നമ്മുടെ കൺമുൻപിൽ കടന്നു വരട്ടെ. നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്ന വിഷയം മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്നത്. സഹായിപ്പാൻ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് അവരുടെ മുൻപ് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് മുട്ടുമേൽ ഇരുന്നു കൊണ്ട് അവരുടെ വിഷയങ്ങളോ നിങ്ങളുടെ വിഷയങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ഭാരം നിങ്ങളുടെ ഭാരങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ സാധിക്കും. അതിന്റെ അനുഗ്രഹം എത്ര വലുതാണെന്നുള്ളത് സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര, ഇതിന്റെ ആത്മീയ മർമ്മനാണ് ഞാൻ പറഞ്ഞു വരട്ടെ. നീ ഒരു വ്യക്തിയുടെ ഭാരത്തെ ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, നീ ഒരു വ്യക്തിയുടെ ഭാരത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, രണ്ടാമത്തെ നിമിഷം ദൈവം എങ്ങോട്ട് നയിക്കുമെന്ന് അറിയാമോ? ഒരു പ്രവാചക ശുശ്രൂഷയിലേക്ക് ദൈവം നിന്നെ നയിക്കും. ഞാൻ എൻ്റെ സ്വന്തത്തിൽ നല്ല എടുത്ത് പറയുന്നത്, ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറയുന്നുണ്ട്, ഈ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിനോ ഞാനൊരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, ഞാൻ അവരെ കണ്ടില്ല. പ്രിയ സഹോദര, ഒരു വ്യക്തിക്ക് വേണ്ടി നീ ഇടിവിൽ നിൽക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി നീ ഭാരപ്പെടുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി നീ വേദനിക്കുമ്പോൾ, അവന്റെ വിഷയം നിന്റെ വിഷയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ പാതകൾ മുട്ടുകളെ മടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? എന്താ അവന്റെ ജീവൻ സംഭവിക്കുന്നുള്ളത്? ദൈവം തന്റെ മനസ്സ് എന്റെ മേൽ പൊഴിച്ചു തരിക. അതോടുകൂടി എന്താ ലഭിക്കുന്ന ഗുണം എന്നാണെന്നറിയാമോ? വേദപുസ്തകം പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. സകല ന്യായപ്രമാണവും ഈ ഒരൊറ്റ പ്രവർത്തനത്തിൽ കൂടെ നിവർത്തിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് മറന്നു കളയരുത്. ദൈവത്തിന്റെ സകല ന്യായപ്രമാണങ്ങൾ, പഴയ നിയമത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രമാണങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ നിവർത്തിക്കപ്പെടുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. ഈ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ നീ ചെയ്താൽ ബാക്കി ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുന്നവനായി തീരും. എന്താ വെളിപ്പെടുത്തുന്നത്? ഗലാത്യ ലേഖനം 6-2 വാക്യം എടുക്കേണ്ട കാര്യമില്ല. ആ വാക്യപ്രകാരം പറയുന്നു, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഭാരങ്ങൾ ചുമക്കുക. ഭാരങ്ങൾ ചുമക്കുക. വേദന നിങ്ങൾ മനസ്സിലായോ? അതിന്റെ ഡീപ്പ് മീനിങ്ങിലേക്ക് മനസ്സിലായോ? യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നീ ഒരു പ്രവാചകനായി മാറ്റപ്പെടും. ദൈവം നിന്റെ മനസ്സിലോ, ദൈവം നിന്റെ ഹൃദയത്തിലോ അവരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. അവരുടെ ഭാരങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. അവരുടെ ഹൃദയത്തിന്റെ വേദന വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പക്ഷേ ഒരു സെൽ ലീഡറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അളവിലായിരിക്കാം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ അളവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജനത്തിന് വേണ്ടി, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കരങ്ങൾ തന്നിരിക്കുന്ന ജനത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം വളരെ അത്ഭുതകരമായ ശുശ്രൂഷയിലേക്ക് നമ്മെ ഉയർത്തുമെന്നുള്ളതിനോ യാതൊരു സംശയമില്ല. എന്താ ഇവിടെ ആവശ്യമായിരിക്കുന്നത്? ജനത്തെ എങ്ങോട്ട് നടത്തേണ്ടിയിരിക്കുന്നു? അവരെ നടത്തേണ്ടത് വിശ്വാസികളിലേക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അടുത്ത വിശ്വാസി അവർ മനസ്സിലാക്കണം. അടുത്ത വിശ്വാസി ആരാണെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അതിനനുസരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈത്താങ്ങല് ദൈവത്തിന്റെ മക്കൾക്കുള്ള ശുശ്രൂഷ ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തട്ടെ. ഈ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. മറ്റൊന്നും കൊണ്ടല്ല, ഈ സഭയിൽ വലിയവര് ചെറിയവര് വ്യത്യാസമില്ല. വി ലവ് ഓൾ. ഞങ്ങൾ എല്ലാവരെയും പരിപൂർണമായി സ്നേഹിക്കുന്നു. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് ലെവൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ എന്തായിക്കോട്ടെ, അതല്ല ഞങ്ങളുടെ വിഷയം. വി ലവ് യു. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ മുഖം നോക്കുന്ന പോലെ ഇന്ന് വരെ ഈ സഭയിൽ ഒരു വ്യക്തി പോലും നോക്കാത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ സഭയിൽ എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കും. മുകൾ മുതലോ താഴെ വരെയുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലോ അവരുടെ ജീവിതത്തിൽ പ്രത്യേകത ഉണ്ട്. അവരുടെ മുൻപിൽ വലിയവരെന്ന് വ്യത്യാസമില്ല, അവരുടെ മുമ്പിൽ ചെറിയവരെന്ന് വ്യത്യാസമില്ല. എന്താ ഇതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം ഓരോരുത്തരുടെ ഉള്ളത്തിലോ വ്യാപരിപ്പിക്കുന്നതാണോ അതിന്റെ കാരണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ കരുതുവാൻ തക്കതായിരിക്കുന്നത് ഇടത്ത് തന്നെയാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാൻ ഓർപ്പിക്കട്ടെ.
ദൈവം ആഗ്രഹിക്കുന്നത് ഉച്ചനീചത്വങ്ങളില്ല. ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസികൾ എല്ലാവരും ഒന്നായിരിക്കുന്നു. അവർ ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്. അവർ തമ്മിൽ തമ്മിൽ ബന്ധപ്പെടുന്നവരാണ്. അവർ തമ്മിൽ തമ്മിൽ ബന്ധിക്കപ്പെട്ടവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ആവശ്യമാണ്. ആരും തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആരും ചിന്തിക്കരുത്. അത് ദൈവത്തിന്റെ വചനത്തിന് എതിരാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ദൈവവചനത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. നീ നിൽക്കേണ്ടത് സഭയോടുകൂടിയാണ് നിൽക്കേണ്ടത്. നിനക്ക് കൈത്താങ്ങൽ തരുവാൻ ഒരു വലിയ കൂട്ടമുണ്ട്. നിനക്ക് സപ്പോർട്ട് ചെയ്യുവാൻ ഒരു വലിയ കൂട്ടമുണ്ട്. എന്നാൽ ആ സപ്പോർട്ട് നിൽക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒറ്റപ്പെട്ടത് തന്നെ ചെയ്യും. അത് മറ്റാരുടെ കുഴപ്പം കൊണ്ടല്ല, സ്വയം പ്രവർത്തിക്കുന്ന കുഴപ്പം കൊണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. തമ്മിൽ തമ്മിൽ ബന്ധിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എങ്ങോട്ടാണ് ഇവരെ നടത്തേണ്ടത്? നടത്തേണ്ടത് സഭയിലേക്ക് അവരെ നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ടു ലീഡ് ദം ടു ദ ലോക്കൽ ചർച്ച്. ലോക്കൽ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ലോക്കൽ ചർച്ചിന് വലിയ ആവശ്യതയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രക്ഷിക്കപ്പെട്ട ഒരു അവന്റെ വാക്ക് കൈക്കൊണ്ടവരോ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടോ എങ്ങോട്ട് അവരെ കൊണ്ടുപോയതോ അതത് ഭവനങ്ങൾ അതത് ചർച്ചിലേക്ക് കൊണ്ടുപോയി. എന്താ അതിന്റെ ആവശ്യത? ഒരു ലോക്കൽ ചർച്ച് വളരെ ആവശ്യമാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? പ്രിയ സഹോദര, ഞാനും നിങ്ങളും വളരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്നെ നിങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന ഒന്നാണോ സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് ദൂഷണം പറയുവാനുള്ളതല്ല. സഭ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കളിയാക്കുവാനുള്ളതല്ല. സഭ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുവാനുള്ളതല്ല. സഭ എന്ന് പറയുന്നത്, ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത് ആത്മീയമായിട്ട് വളരുവാനുള്ള സ്ഥലമാണ്. ആത്മീയമായിട്ട് വളർത്തുവാനുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തമ്മിൽ ആത്മീയ വർധന വരുത്തുവാനായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയ വർധന നടത്തേണ്ട ഒരു സ്ഥലമാണ് സഭയെന്ന് ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ ജനത്തെ സഭയിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സഭയിലേക്ക് നടത്തുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? സഭയുടേതായിരിക്കുന്ന വിഷയം എന്തെന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ സിംഗപ്പൂരിലായിരുന്നപ്പോൾ ഒരു സഹോദരൻ ഇപ്രകാരനോട് പറയുണ്ടായി, പാസ്റ്ററെ, ഞാൻ ഒരു ചർച്ചിൽ കടന്നുപോയി. ആ ചർച്ചിൽ കടന്നു ചെന്നിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് സർവീസ് എടുക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് സർവീസ് എടുക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കും. നമ്മുടെ അല്ല, വേറൊരു ചർച്ചിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവരെല്ലാം കൂടെ ഒരുമിച്ച് ഭക്ഷിക്കുന്നത്. എന്നാൽ ഈ സഹോദരനിൽ അപ്പം കിട്ടി, നേരെ എടുത്തങ്ങ് വിഴുങ്ങി. അദ്ദേഹത്തിന് അറിയത്തില്ല സഭയുടെ ആചാരം എന്താണ്, എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. വീഞ്ഞു കൊടുത്തു, അതും താൻ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ട് താൻ നോക്കിയിരിക്കുക, വിപ്ലവത്തോട് നോക്കുമ്പോൾ എല്ലാവരും കരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. താൻ മാത്രം അത് അങ്ങ് ഭക്ഷിക്കുവാൻ കാരണമായി. എന്താ സംഭവിച്ചത്? അത് തെറ്റുണ്ടെന്നല്ല, പക്ഷെങ്കിൽ സഭയുടേതായിരിക്കുന്ന അവസ്ഥ എന്തെന്നുള്ളതോ എന്താണ് അവരുടെ പ്രൊസീഡിയേഴ്സ് എന്നുള്ളതോ മനസ്സിലാക്കുവാൻ സാധിക്കാത്തത്. പലപ്പോഴും അദ്ദേഹം എന്നോട് പറയുണ്ടായി, ഇതിന് ശേഷമാണ് ഞാൻ നോക്കിയത്, ഞാൻ കണ്ണടച്ചു ഒരു ഉളിപ്യനെ പോലെ ഞാൻ നിൽക്കുവാനായിട്ട് തുടങ്ങി. കാരണം ബാക്കി എല്ലാവരുടെയും കപ്പുകൊണ്ട് ബ്രെഡുകൊണ്ട് എൻ്റെ മാത്രം ഒന്നുമില്ല. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഞാൻ മറന്നു കളയരുത്. ലോക്കൽ ചർച്ചിലേക്ക് ജനത്തെ നയിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, എന്താണ് ലോക്കൽ ചർച്ച് എന്നുള്ളത് ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ലോക്കൽ ചർച്ച് വളരെ ആവശ്യമാണ്. വെള്ളിയാഴ്ച കടന്നു വന്ന് ആരാധിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ചർച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചർച്ചിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഓരോ എയിം ഉണ്ട്. പ്രിയപ്പെട്ടവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോന്നിനും അതിന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിൽ നിൽക്കുന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബൈബിൾ സ്റ്റഡി വെച്ച് 5 പേര് നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിൾ സ്റ്റഡി വെച്ചുവെങ്കിൽ ആ ഏരിയയുള്ള എല്ലാവരും കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ലീഡ്സ് ദം ടു ദ ചർച്ച്. സഭയിലേക്ക് അവരെ നടത്തണം. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വന്നിട്ട് ആരാധിച്ച് മടങ്ങിപ്പോകുവാനല്ല എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ആത്മീയമായിട്ട് വളർന്ന സ്ഥലമാണ്, ആത്മീയമായിട്ട് വർധനവിക്കേണ്ട സ്ഥലമാണ്. എന്നാൽ എന്താ വേണ്ടത്? എനിക്ക് നിങ്ങൾക്ക് സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയമില്ല എന്നുള്ളത് മറ്റ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവരെ സഭയിലേക്ക് നടത്തുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരെ ആത്മീയമായിട്ട് വളർത്തുവാൻ, അവരെ ആത്മീയമായിട്ട് നയിക്കുവാൻ. ഞാൻ ഓർപ്പിക്കട്ടെ, ഓരോ കൂട്ടങ്ങൾക്ക് അതിൻ്റെതായിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ഞാൻ വാസ്തവത്തിൽ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം ഈ സഭയ്ക്ക് തന്നു ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വലിയ കൂട്ടം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതിനു വേണ്ടി ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്ന, ഇതിനു വേണ്ടി ചെലവാക്കുന്ന, തങ്ങളുടെ ശരീരം കൂടെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ത്യാഗത്തോടുകൂടി നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? ജനം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ സഭയെ നിങ്ങൾ മനസ്സിലാക്കണം. ആരാ നിങ്ങളെ
നടത്തുന്നതോ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. ആരാണ് നിങ്ങളെ നയിക്കുന്നതോ നിങ്ങൾ മനസ്സിലായിരിക്കണം. ആരാണ് നിങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്റർ നിങ്ങൾ മനസ്സിലായിരിക്കണം. ആരാണ് നിങ്ങളുടെ എൽഡർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണ് നിങ്ങളുടെ വൈസ് പ്രസിഡന്റോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണ് നിങ്ങളുടെ സെക്രട്ടറി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണ് നിങ്ങളുടെ ട്രഷറർ നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് നിങ്ങളുടെ സെൽ ലീഡർ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ വിഷയം എന്നറിയാമോ? നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സഭയിൽ ശരിയായിട്ട് നമുക്ക് ആക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും പലതും നമ്മൾ അറിയാതെ നമ്മൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഓരോ സ്ഥാനങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ, സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു സ്ഥലത്തായിരുന്നപ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ശുശ്രൂഷ നടക്കുവാനിടയായി തീർന്നു. ആ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പ് ആ പ്രത്യേകമായിരിക്കുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ട് ആ സഭയിലെ ഒരു വ്യക്തി കടന്നു വന്നിട്ടോ ഇപ്രകാരം പറഞ്ഞു, ഒരു സ്റ്റേജിൽ കാണിച്ചിട്ട് പറഞ്ഞു, നാളെ നിന്നെ വിളിക്കുന്ന സമയത്ത് നീ ഇവിടെ ആയിരിക്കും നിൽക്കേണ്ടത്, നീ ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്യേണ്ടത്, ഇന്നതൊക്കെ നിന്നോട് ചോദിക്കും, ഇന്നതൊക്കെ നീ മറുപടി പറയണം, ഇന്നതായിരിക്കും നിനക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വാസ്തവത്തിൽ ആ സഹോദരി എൻ്റെ അടുത്ത് പറയുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് യാതൊരു പേടിയും തോന്നിയില്ല. കാരണം എല്ലാം ഓൾറെഡി എനിക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നു. എന്ത് ഞാൻ ചെയ്യണം, എങ്ങനെയാണ് ഞാൻ ഇവിടെ ആക്ട് ചെയ്യേണ്ടതോ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി. പലപ്പോഴും പലതും നമുക്ക് അറിയത്തില്ല എങ്ങനെ ആക്ട് ചെയ്യണമെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ലോക്കൽ ചർച്ചിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ലോക്കൽ ചർച്ചിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ആരാണ് നിങ്ങളുടെ ലീഡർ എന്നുള്ളത്, ആരെയാണ് ദൈവം ആക്കിയിരിക്കുന്നത്, ആ വ്യക്തിക്ക് വല്ല ക്വാളിറ്റി ഉണ്ടോ ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അനുഗ്രഹമാണ്. കാരണം എന്താണെന്ന് അറിയാമോ, അതിനനുസരമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിനനുസരമായിട്ട് കൈത്താങ്ങൽ കൊടുക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, ഈ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിൽ അഭിമാനിക്കുവാൻ എനിക്ക് വകയുണ്ട്. ഞാൻ അഹങ്കരിക്കുകയല്ല, പക്ഷെങ്കിൽ ഞാൻ അഭിമാനിക്കുക. ദൈവം കൂടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുന്ന സഹോദരങ്ങൾക്കായിട്ടോ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സിബി പാസ്റ്റർക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ എത്രമാത്രം താൻ കഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയാം. ഓരോ ബൈബിൾ സ്റ്റഡി എടുക്കുവാൻ എത്രമാത്രം സമയങ്ങൾ വേർതിരിച്ചു എന്നുള്ളത് എനിക്കറിയാം. തൻ്റെ ഇല്ലായ്മയുടെ സമയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ദൈവദാസനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിനോദ് ബ്രദറിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എത്രമാത്രം കഷ്ടതയുടെ മഴവിൽ എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഫർ ചെയ്ത് ആയിരിക്കുന്ന വ്യക്തി. ഞാൻ അവരെ ആരെയും പുകഴ്ത്തുകയല്ല. നമുക്കറിയാം, ഓരോ വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് എടുത്തു നോക്കിയാൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇന്ന് ഈ സഭയിലെ ലീഡേഴ്സിനെ എല്ലാം ഒന്ന് എഴുന്നേൽപ്പിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടുവാനല്ല, ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊന്നുമല്ല വിഷയം. ദൈവത്തിന് മഹത്വം കരയറ്റണം. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, എന്താ ഇത് പറയുവാൻ കാരണം എന്നാണെന്നറിയാമോ? നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ദ റൈറ്റ് പ്ലേസിലാണ്. നിങ്ങളെ കരുതുവാൻ തക്കണം കഴിവുള്ളത്. ഓരോ സെല്ലിടക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ത്യാഗങ്ങൾക്കാട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് പകൽക്കാലം ഇതെല്ലാം ഞാൻ ചിന്തിച്ചു നോക്കി. ഞാൻ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത്രമാത്രം സാക്ഷ്യമുള്ള ജനത്തെ നീ കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ തന്നതോർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും, സാക്ഷ്യമുള്ള ഒരു കൂട്ടമാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. സാക്ഷ്യമില്ലാത്തൊരു കൂട്ടമല്ല. അവിടെയും ഇവിടെയും നോക്കി നടന്നിട്ട് എന്തെങ്കിലും വേണ്ടാത്ത കാര്യം ചെയ്ത് സഭയിൽ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ജീവിതമല്ല ഈ സഭയിൽ ഉള്ളത്. ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുക, ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ഞാൻ സ്തുതിക്കുക. ഓരോ സെൽ ലീഡേഴ്സ് നിങ്ങളുടെ കരങ്ങളിൽ, സെൽ ലീഡേഴ്സിന്റെ കരങ്ങളിൽ 10 ആത്മാക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് പറയുവാൻ സാധിക്കും, വി ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ റൈറ്റ് കാൻഡിഡേറ്റ്. യഥാർത്ഥമായിരിക്കുന്ന തക്കതായിരിക്കുന്ന വ്യക്തിയുടെ കാര്യങ്ങളാണോ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ. ഞാൻ എന്താ ഇത് പറഞ്ഞു വന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? നിങ്ങൾ സഭയെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സഭയെന്ന് പറയുന്നത് ഓടിപ്പോകുവാനുള്ളതല്ല. സഭയെ നാം മനസ്സിലാക്കണം. സഭയുടെ ചിട്ടകൾ മനസ്സിലാക്കണം. സഭയുടെ ആചാരങ്ങൾ മനസ്സിലാക്കണം. സഭ പ്രമാണിക്കുന്നതായിരിക്കുന്ന നിയമങ്ങൾ, കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഇതൊക്കെയും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ലഭിക്കും. അത് മാത്രമല്ല, നമ്മെ ആത്മീയമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയെങ്കിൽ എന്തായിത്തീർന്നു? ഒന്ന്, നാം പഠിക്കുകയുണ്ടായി, അവരെ സ്നാനത്തിലേക്ക് നടത്തുക. 2, അവരെ എങ്ങോട്ട് നടത്തണം? ദൈവത്തിലേക്ക് അവരെ നയിക്കുക, ദൈവമായിട്ട് ബന്ധപ്പെടുത്തുക. 3, അവരെങ്ങോട്ട് നയിക്കപ്പെടണം? കൂട്ടു സഹോദരങ്ങളിലേക്ക് നടത്തുക. ഒരു വലിയ ഉത്തരവാദിത്വം തമ്മിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. 4, എങ്ങോട്ട് നടത്തണം? സഭയിലേക്ക് നടത്തണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ സഭയിലേക്ക് നടത്തുന്ന പറയുമ്പോൾ എല്ലാ ശുശ്രൂഷകളിലും അവരെ പങ്കെടുപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാ ശുശ്രൂഷകൾക്കും ആവശ്യമുണ്ട്. ഒന്നുപോലും വേണ്ടാത്തതില്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ നമ്മെ അതിലേക്ക് നടത്തണം.
ദൈവം ഓരോരുത്തരെ കുറിച്ച്, ഓരോ ശുശ്രൂഷകളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. സഭയെ എന്താണ് അതിന്റെ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെറുതെ വന്നിരുന്നേച്ച് പോകുവാനുള്ളതല്ല സഭ. നാം ഒരുമിച്ച് നാം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ച് നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് നാം ഒന്ന് പറയുക, കർത്താവേ, എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തനായിട്ട് നിൽക്കുവാൻ ഇതാ എനിക്ക് മനസ്സുണ്ട്. എല്ലാ കണ്ണുകൾ ശാന്തമായിട്ട് അടയട്ടെ. എല്ലാ കണ്ണുകൾ അടച്ചുകൊണ്ട് ഹല്ലേലൂയ ഒരല്പ നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്. ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്. കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന പുസ്തകവേഷം സൂക്ഷിപ്പാൻ ഇതാ കർത്താവേ എനിക്ക് കൃപ തരണമേ. എന്നെ നീ സഹായിക്കണമേ. ദൈവത്തോട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടോ. എന്റെ കർത്താവേ, എന്നെ നീ സഹായിക്കണം.